ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേന്ന് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. വിഷുവിൻ്റെ തിരക്കെല്ലാം ആയതുകൊണ്ട് മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ആയതിന് ശേഷം കണ്ണനും എഴുന്നേറ്റ് പോന്നു. പിന്നെ അവളിപ്പോൾ ബ്രഷ് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പോൾ ഞാൻ പേസ്റ്റൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബ്രഷ് ചെയ്യിക്കാറ്. ആദ്യമൊന്നും പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് അവൾ തുപ്പിക്കളയില്ല കേട്ടോ. അപ്പോൾ ഇറക്കുന്നത് കൊണ്ട് ഞാനത് ആദ്യമൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ഇപ്പം പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ അവൾക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ ടി വി വെച്ചിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ചാൽ മതി. വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതുകൊണ്ട് കുറച്ച് ചോറ് മാത്രം ഞാൻ റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറൊക്കെ ആയതിന് ശേഷം ഞാൻ അവിടെ മുഴുവൻ കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാനിങ്ങനെ സോപ്പ് ഉപയോഗിച്ചിട്ട് എക്സോ ഒക്കെ ഉപയോഗിച്ചിട്ടാട്ടോ കഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ കഴുകാൻ പാടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്നാലും ഞാനിങ്ങനെ ആട്ടോ കഴുകുന്നത്. പക്ഷേ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ എന്താ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോകുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ സജീവായിട്ടുണ്ട് എനിക്ക് കുറച്ച് മല്ലി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊടിച്ച് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ചില്ലെങ്കിൽ അത് കേടായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച അതിന് ശേഷം ജനലും കമ്പിയൊക്കെ തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ദിവസം മുന്നെയാണ് ഞാൻ മാറാലയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വൃത്തികേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണൻ ഓടി വന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് അതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ കുറേ നേരം അവിടെ വന്നിരുന്നിട്ട് അതിൻ്റെ ജനലിൻ്റെ പൊക്കത്തൊക്കെ കയറി കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അവളെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നിമ്മീൻ്റെ അടുത്ത് പോകാമെന്ന്. റേഡിയോ പോണ്ടേ? റേഡിയോ പോണ്ടേ? റേഡിയാ എന്തിനാ? ഒന്നിനെന്നെ നടക്കല്ല, ഇങ്ങോട്ട് നടക്ക്. മതി ഇനി പൂട്ടിയേ. ഇനി പൂട്ടിയ കണ്ണാ കാറ്റാ മതി. വാ മാങ്ങ വറുക്കാൻ പോവാ. വാവുന്നില്ല കേട്ടാ. വാവ എടുക്കേ. ഓടല്ല, ഇങ്ങ് വാ. ഇതിലേ പോണ്ടേ, വാ ഇങ്ങ് വാ കണ്ണാ. ഇതാ അമ്മ പോന്നാണേ. പോട്ടെ. അതിലേ കയറാൻ പറ്റുവാ? ഇതിലേ പോവാ. വാ വാ ഇങ്ങി വാ കണ്ണാ. ചേച്ചി അതിലേ പോയി. വാ ഇങ്ങി വാ. അമ്മ എടുക്കാം വാവേനെ. വാ. വേണ്ട എന്നാ അമ്മ ഇല്ല പോട്ടെ. അതാ ചേച്ചി ഇതിൽ വരുന്ന. എടി പോന്ന് കൊതുക് കടിച്ച വാവേന. എടി പോന്ന് പറ. എടിയാ പോന്നെന്ന് പറ. നല്ല പോവൂ. എടി പോന്ന് പൊന്നിന് എടി പോണ്ടേ പറ. പറ. നീ സൈക്കിൾ എടി വെച്ചേ? അങ്ങോട്ട് കയറ്.
നല്ല അല്ല എടുത്ത് അങ്ങ് കളയുന്നാല് നാളെയും തെറ്റിദ്ധരിക്കും. ഇങ്ങി വാ അങ്ങ് പോണ്ട. കനവും കൂടി ഉള്ളോണ്ട് മേമക്കൊന്നും എടുത്തേ. മേമക്ക് ഇന്നും പുഴുവിനെ തിന്നട്ടെ. ഇന്നത്തെ കറി കിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് കടുകെല്ലാം ഉള്ളതുകൊണ്ട് കടുകാണോ പുഴുകാന്ന് ഞാൻ വേദന. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ കല്യാണത്തിന് പോകേണ്ട തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എടി വാവ മോനെ. അപ്പം ഞങ്ങളൊരു 7 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനുള്ളതുകൊണ്ട് ഒരുങ്ങാൻ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിമ്മി കുറച്ച് നേരത്തെ സമയം പറഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 7:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടുന്ന് കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേന് തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാട്ടോ കല്യാണ പെണ്ണും ചെക്കനും ശ്രീരാഗും അനക്കയും. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ടീച്ചറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ശൈല ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ ഒപ്പം നിന്നിട്ട് അവർ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവർ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ അകത്തേക്ക് പോയിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ജയിച്ചിയും ശോഭേച്ചിയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ പരിചയമുള്ള കുറേ പേരെ കണ്ട് അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴത്തേനും സജീവാട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തതിന് ശേഷം സജീവാട്ടൻ്റെ കയ്യിൽ കൊടുത്ത് അതാവുമ്പോൾ എനിക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ. അങ്ങനെ സജീവാട്ടം നേരത്തെ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നടന്നിട്ടാട്ടോ വന്നത്, സജീവാട്ടൻ സ്കൂട്ടിയിൽ. അതുകൊണ്ട് നേരത്തെ തന്നെ സജീവാട്ടൻ എത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.